അപ്പോൾ ഉദ്ദേശിച്ച് നോക്കാം ഇന്നത്തെ ഇടയിൽ എന്തായാലും അവർ നീച്ചാണ്. നമുക്ക് എന്തായിരുന്നാലും ഒന്ന് ബസ് ഇട്ട് പോകാനുള്ളതാണ്. സോ നമുക്ക് ഏതായാലും ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്തിട്ടൊന്ന് വരാം. സോ ഇന്ന് ചെറുതായിട്ട് നേരം വൈകും നീച്ചാൻ. സോ എന്തായാലും നമുക്കൊന്ന് ഇറങ്ങിയ തന്നെ നേരം ഇത് കൊണ്ടൊന്ന് നീച്ചാന്ന് വൈകണം. സോ നമ്മൾ ജിം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്ന് ജിമ്മിൽ വർക്കൗട്ട് തരാം. വിളിക്കും. അപ്പോൾ ഗസ് നമ്മൾ എന്താ പറയുക ബസ്സത്തെ കണ്ടെത്തുന്നത് എന്താ പറയുക ബസ് വന്ന് സാധിച്ചാണായിരുന്നു. ഈ വേഗം പാടാൻ അങ്ങനത്തെ കാണാൻ വരുമ്പോൾ ജിമ്മ് വന്നിട്ടുണ്ടാവും. നമുക്ക് ജിമ്മ് ഏതായാലും ഒന്ന് എടുക്കാം. ഇന്നത്തേക്കുള്ള എത്ര മതി. നേരം വൈകിയ പണിയാണ്. അതുകൊണ്ട് മാനേജറെ കാട്ടിട്ടല്ല ചീത്തയൊക്കെ നമുക്ക് നേരെ പോവാം. ഡ്രസ്സ് മാറ്റണം. ഏതെങ്കിലുമൊക്കെ നോക്കണം. നമ്മൾ ഡ്രസ്സൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി നേരെ പോവാം. നമ്മൾ ഇന്നലെ ബസ് സ്റ്റാൻഡിലല്ല ബസ് എടുത്തത്, നമ്മളെ വീട്ടിലാണ് ബസ് എടുത്തിട്ടുള്ളത്. നമുക്ക് പോവാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കുറച്ചുകൂടെ ഉണ്ട്. നമ്മൾ ലംബോർഗിനിയൊക്കെ ഓടാ നമ്മൾ മേടിച്ച് തന്നെയാണ്. വേറെ കട്ടെടുത്തൊന്നുമല്ല. നമ്മളെ ഇത് കാവാസ്കിൻ്റെ ജില്ല. നമുക്ക് എന്തായാലും ഇനി ബസ് എടുത്തിട്ട് പോവാം. സോ ഇന്നെന്തായാലും നമുക്ക് ഉള്ളത് വേറെ ഇവിടെ അല്ല, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. പിന്നെ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. സോ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി അവിടെ നിന്നൊക്കെ ആരെയും വന്ന് കയറും. സോ നമ്മൾ ഏതായാലും ഇറങ്ങാം. ഇവിടെ ബസ് നമുക്ക് എത്തരാം. അങ്ങോട്ട് കയറിക്കോട്ടെ. നമുക്ക് ഏതായാലും ഇങ്ങനെ വെറുതെ കറങ്ങാം. ട്രെയിന് പോകൂലേ? ഈ ട്രെയിന് പോകുന്നുണ്ടോ? അവസാനം ട്രെയിൻ ഇതാ സ്റ്റാർട്ടായിട്ടുണ്ട്. ട്രെയിൻ പോവുകയാണേ. ട്രെയിൻ പോകുന്നു. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത വശത്തും നമുക്ക് പോകാനായിട്ടുണ്ട്. കാരണം ബസ്സിൽ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇന്നത്തേക്കുള്ളതൊക്കെ തന്നെ ധാരാളം. നമുക്ക് നേരെ പോവാം. സോ നമ്മൾ നേരെ ബസ് കയറാം. ഓട്ടായിട്ടുള്ള വശത്ത് നേരെ പോകാം. ഇനി പോകാനുള്ള നേരെ എയർപോർട്ടിലോട്ടാണ്. അവിടെ പോയി കണ്ടുണ്ട് കുറച്ച് വെക്കാനുണ്ട്, കുറച്ച് കയറ്റാനുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമുക്കവിടെ എത്തിയിട്ട് കാണാം. ഏകദേശം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റണം. വണ്ടി ചെറുതായിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ട്. പുള്ളിക്കാരൊക്കെ കേൾക്കേണ്ടി വരും. എന്നതല്ല വണ്ടി സ്റ്റോപ്പൊക്കെ ഇറങ്ങി വെക്കാമെന്ന് ഞാൻ ചോദിച്ചു. സാറേ എന്തെങ്കിലും പറ്റുമോ? ഇവിടെ നിർത്തടങ്ങിയോ വണ്ടി ഓട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് കുന്ന ചെറുതൊന്നുമില്ല സാറേ. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല. വണ്ടിൻ്റെ നോക്കത്ത് ബ്ലൂമായിട്ട് വെക്കണോ? പൈസ ഓരോ 2000 ഉറുപ്പിക സാറേ. അത് നീയൊന്നും പറയണ്ട. നിൻ്റെ പണിയും പോകാൻ ബസ്സും നമ്മളെ 2000 ഉറുപ്പിക പൈസ വേറെ വജ്ജില്ല. നമ്മൾ കുത്തിച്ചൊന്നല്ലോ. നമുക്ക് നേരെ പോവാം. നിർത്തും. നമ്മൾ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ കുറച്ചാൾ എടുത്തേക്കാം. ഞങ്ങൾ ഇങ്ങോട്ട് കയറാളെ കയറിക്കോട്ടെ. നമുക്കിപ്പോഴത്തെ
കുറച്ചായിട്ടുണ്ട്. നമുക്ക് ഇനി ഏതായാലും പോവാം. ഓവർ കാത്തുന്ന എന്തായാലും നമുക്ക് ഇതാക്കുന്നതാണ്. അപ്പം നമുക്ക് പോവാം. ഏതായാലും നമ്മൾ വണ്ടി കഴിച്ചിട്ടുണ്ട്. പ്ലെയിനത്തെ ആളിച്ച് കാണണം. പ്ലെയിനൊക്കെ എടുത്തണേ. അത് കട്ടുന്ന് കളിച്ചാണ്ട് കട്ടുന്നില്ല. ഇനി നമുക്ക് നേരെ പോകേണ്ടത് എൻ്റെ 12 ഗ്രാമാണ്. എന്ന് വെച്ചാൽ ഇവിടേക്ക് കാണിച്ചു തരാം. വണ്ടിക്കട്ട് പറഞ്ഞു ഇവിടുന്ന് നിന്നാൽ എന്തായാലും ഇതേക്കുന്ന് കഴിച്ചു. ഞാൻ എത്താ അറിയില്ല. നമുക്ക് നേരെ നമുക്ക് അമ്മേഞ്ചലിക്കാർക്ക് പോവാം. അപ്പോൾ അവസരം പറഞ്ഞാൽ അവിടെ ഷോറൂമൊക്കെ ഉണ്ട്. കാണിച്ചതാണെങ്കിൽ കുറച്ച് ലോങ്ങാണേ. നമുക്ക് പകുതി എത്തുമ്പോൾ നമുക്ക് കാണാം. സോ നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. സോ പെട്രോൾ കഴിഞ്ഞു പോകും. കൊണ്ട് നീങ്ങില്ല. ഞാൻ പോയിന്റിലേക്ക് പെട്രോൾ ചെയ്യണം. നേരെ ഇതാണ് അമേരിക്കാവ് എന്ന് പറഞ്ഞത് ഒരു ഷോറൂമാണ്. നമുക്ക് നേരെ വരുമ്പോൾ നിർത്തണം. ഏതായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ആൾക്കാരൊക്കെ ഇനി നമുക്ക് പോകാം. എന്താ പറയുക, ആളുകളൊക്കെ നമുക്ക് ഇനി പെട്രോൾ അടിച്ചാൽ പോകണം. എന്നിട്ട് വീട്ടിൽ പോകണം. ഇന്നത്തെ ഏതായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളേക്ക് എന്ന് നമുക്ക് ഏതായാലും പെട്രോൾ അടിച്ചതിന് ശേഷം നമുക്ക് വീട്ടിൽ പോകണം. നമുക്ക് പെട്രോൾ പമ്പ് എത്തിയിട്ട് വേണം. നമ്മൾ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ പെട്രോൾ അടിച്ചണം. എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും 1.5 മണിക്കൂർ എന്തായാലും എടുക്കുന്നതാണ്. സോ നമ്മൾ ചെറുതായിട്ട് ലൈൻ കമ്പി കൊണ്ടുണ്ട്. ഇല്ല ഏതായാലും പെട്രോൾ അടിച്ചണം. നമുക്ക് ഏതായാലും ഇനി പെട്രോൾ അടിച്ചിട്ട് കാണാം. പക്ഷേ ഏതായാലും ഫുൾ ടാങ്ക് അടിച്ചു. പൈസ കൊടുത്തു. നമുക്ക് നേരെ പോകും. സത്യം പറഞ്ഞാൽ 2000 റുപ്യ ചിലവേ. കാരണം നമുക്ക് 2000 റുപ്യ 2000 റുപ്യ നമുക്ക് നേരെ വീട്ടിൽ പോവാം. നമുക്ക് നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് വിശ്രമിച്ച് കിട്ടണം. മൊത്തം നമ്മളെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞായിരുന്നു, നീ നിൻ്റെ വണ്ടി ആ 4 ഒരു ബൈക്കും 4 വണ്ടിയും കൊണ്ടുപോയി പറഞ്ഞു. ഓൽക്കത്തെ ആവശ്യം കണ്ട്. സോ ഓല് പറഞ്ഞത് ചിലപ്പോൾ ഞങ്ങളോട് ഫസ്റ്റ് എത്തും, പിന്നെ ഞങ്ങൾ വണ്ടി വെച്ച് വന്നിട്ടാണ് പോലെ പറഞ്ഞത്. എന്തായാലും നമ്മൾ ഉണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇത് കൊണ്ടുപോയി ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവുള്ളൂ. കൊണ്ടുപോയി ഉണ്ടാവുള്ളൂ. നമുക്ക് നേരെ പോവാം. നമ്മളേതായാലും നമ്മളെ വീട് ചെയ്യണ്ടേ. ഞാൻ കയറുക. നമ്മളെ ഷിഫ്റ്റ് അത്ര കൊണ്ടുപോയിട്ടുള്ളൂ. ഷിഫ്റ്റും പിന്നെ മറ്റേ വാഗൻ നമ്മളെ വണ്ടി പറഞ്ഞത്
നമ്മൾ ഇന്നോവ ഉണ്ടായിക്കോട്ടെ. ഇന്നോവ പറഞ്ഞതാ മറ്റേ 4 വണ്ടിയാണ്. ശേഷം നമ്മളൊരു വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എനിക്ക് വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.